ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു അമേരിക്കൻ പ്രസിഡന്റും ഉപയോഗിക്കാത്ത വളരെ മോശമായ ഭാഷയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ട്വീറ്റ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ നടത്തുകയുണ്ടായി. അതായത് വളരെ രൂക്ഷമായിട്ട് മുഴുവൻ പച്ച തെറിവിളിയാണ്. ചൊവ്വാഴ്ച ഇറാനിലെ പവർ പ്ലാന്റുകളുടെയും പാലങ്ങളുടെയും ദിവസമായിരിക്കും. അതുപോലെ ഒന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാകില്ല. ആ നാശം പിടിച്ച കടലിടുക്ക് തുറന്നു കൊടുക്ക്, ഭ്രാന്തന്മാരായിട്ടുള്ള ഡാഷുകളെ, ഇല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോയി ജീവിക്കേണ്ടി വരും. അള്ളാഹുവിന് സ്തുതി, പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു പോസ്റ്റാണ്. അതിന്റെ കൊള്ളാവുന്ന മലയാള പരിഭാഷയാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക, ബാസ്റ്റേഡ്സ് എന്ന് വിളിച്ചിട്ടുണ്ട്. മറ്റേ എഫ് സ്റ്റാർ സ്റ്റാർ സ്റ്റാർ, ആ പച്ചത്തെറി പച്ചയ്ക്ക് തന്നെ പ്രസിഡന്റ് ട്രംപ് വിളിച്ചിട്ടുണ്ട്. അതായത് തീർത്തും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ട്രംപ് ഇട്ടൊരു പോസ്റ്റ്, ഒന്നുകിൽ അടിച്ചു പൂസായിട്ട് ഇട്ട ഒരു പോസ്റ്റ്. സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു മഹാരാജ്യത്തിന്റെ പ്രസിഡന്റാണ്. അമേരിക്ക എന്ന് പറയുന്നത് വിശാലമായ ഒരു രാജ്യമാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്, ലോകം റെസ്പെക്ട് ചെയ്യുന്ന രാജ്യമാണ്. ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്വബോധത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. കാരണം അമ്മാതിരി പച്ചത്തെറിയാണ് ട്രംപ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെ ഖത്തറിന്റെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയെ വിളിക്കുന്നുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയെ വിളിക്കുന്നുണ്ട്. നമ്മുടെ എസ് ജയശങ്കർ തന്നെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എസ് ജയശങ്കറിനെ വിളിച്ചവരിൽ ഒരാള് ഇറാന്റെ വിദേശകാര്യമന്ത്രിയാണ്, രണ്ടാമത്തെ ആള് ഖത്തറിന്റെ പ്രധാനമന്ത്രിയും, പിന്നെ ഉള്ളത് ഖത്തറിന്റെ വിദേശകാര്യമന്ത്രിയുമാണ്. വേറെയും ഗൾഫിലെ നേതാക്കൾ നമ്മുടെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ എന്താണ് നിലവിലെ സാഹചര്യം? അതായത് അമേരിക്ക ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണോ ഇസ്രയേല് ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗാസയിൽ വളരെ ഭയാനകമായ ബോംബാക്രമണങ്ങൾ നടത്തിയത്, അതേ മാതൃകയിൽ ജനങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, സിവിലിയൻസിന് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, സാധാരണ ജനങ്ങളുടെ ജീവിതവും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിൽ തുടർച്ചയായ ബോംബാക്രമണങ്ങൾ നടത്താനുള്ള ഒരു ശ്രമം ട്രംപ് നടത്താൻ പോകുന്നു എന്ന് വേണം ഈ അദ്ദേഹത്തിന്റെ ഭീഷണിയിൽ നിന്ന് കാണാൻ. എന്തൊക്കെയായിരിക്കാം ട്രംപ് ചെയ്യുക? ഇറാനിലെ മുഴുവൻ പവർ പ്ലാന്റുകളെയും തകർത്ത് കളയാം, പാലങ്ങൾ, റോഡുകൾ, ഗതാഗത സംവിധാനങ്ങൾ മുഴുവൻ താറുമാറാക്കാം, അവരുടെ നഗരങ്ങളിൽ കൂടുതൽ ബോംബുകൾ വർഷിക്കാം. ചുരുക്കത്തിൽ ഇതിലൂടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ജനങ്ങൾ ദുരിതത്തിലാവും. ആളുകൾക്ക് സമയത്തിന് ഭക്ഷണം കിട്ടാത്ത സ്ഥിതി വരും, ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, ട്രീറ്റ്മെന്റ് സാധ്യമാവില്ല, മരുന്നുകൾ എത്തിക്കാൻ പറ്റില്ല, ഗതാഗതം താറുമാറായി കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാം നരക തുല്യമായിട്ട് തന്നെ ഇറാൻ മാറും എന്നതിൽ തർക്കമൊന്നുമില്ല. അപ്പൊ ഈ വിധത്തിൽ ഇറാനിലെ നിലവിലെ ഭരണകൂടത്തിന് മേൽ വലിയ രീതിയിലുള്ള ഒരു പ്രഷർ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും അമേരിക്ക നടത്തുക. സോ ഇത്രയും കാലം ട്രംപ് അത് ചെയ്തിട്ടില്ല. ട്രംപ് ഈ ആക്രമണങ്ങളൊക്കെ നടത്തി എന്ന് പറയുമ്പോൾ തന്നെ സിവിലിയൻസിനെ കാര്യമായിട്ട് ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഭീഷണിപ്പെടുത്തി അത് വലിയ ആക്രമണം നടത്താതെ മുന്നോട്ട് പോകുന്ന ഒരു ശ്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇറാൻ വഴങ്ങുന്നില്ല എന്ന് വരുന്നു ഇപ്പോൾ. മാത്രമല്ല അമേരിക്കയുടെ വിമാനങ്ങൾ അവർക്ക് നഷ്ടമാകുന്നു, അതോടൊപ്പം തന്നെ അവരുടെ പൈലറ്റിനെ നഷ്ടമാവുന്നു, വലിയ നാശനഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടാവുന്നു. അപ്പോൾ ട്രംപിന് മേൽ അദ്ദേഹത്തിന്റെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രഷർ വരികയാണ്. പ്രസിഡന്റിന് മേൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരുന്നു, അദ്ദേഹത്തിന്റെ തന്നെ ടീം അദ്ദേഹത്തിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഇതിനിടയിൽ മറ്റൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അമേരിക്കൻ സൈന്യത്തിലെ പല ജനറൽമാരും കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ യുദ്ധത്തിന്റെ സെക്രട്ടറി, അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, പ്രസിഡന്റ് ട്രംപിന്റെ പലപ്പോഴായിട്ട് വന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഞങ്ങൾ ജീസസിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, ഇത് ഈ യേശുവിന് വേണ്ടിയിട്ടുള്ള യുദ്ധം അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ടുള്ള യുദ്ധം എന്ന നിലയ്ക്ക് സൈന്യത്തോട് ആഹ്വാനം ചെയ്തതിൽ വലിയ അതൃപ്തി അവിടെയുണ്ട്. കാരണം അമേരിക്കൻ സൈന്യത്തിൽ മുസ്ലിം മതവിശ്വാസികളുണ്ട്, ക്രിസ്ത്യൻ മതവിശ്വാസികളുണ്ട്, സിഖുകാരുണ്ട്, ഹിന്ദുക്കളുണ്ട്, പല മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരും ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുമുണ്ട്. അപ്പോൾ മിലിറ്ററി ജനറൽമാർക്ക് വലിയ അതൃപ്തി ഉണ്ട് പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെയും ഒക്കെ സ്റ്റേറ്റ്മെന്റുകൾ, ഈ മതത്തെ വലിച്ചിട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. അപ്പൊ ഇതിനെ എതിർക്കുന്ന പല ജനറൽമാരോടും നിർബന്ധിത അവധി വാങ്ങിയിട്ട് പോകാനായിട്ട് അമേരിക്കൻ ഭരണകൂടം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് മിലിറ്ററിയിലെ വളരെ സീനിയർ ആയിട്ടുള്ള ജനറൽമാരടക്കം നിർബന്ധിത അവധി എടുത്തിരിക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ട്രംപ് അഡ്മിനിസ്ട്രേഷനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്നതിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ ഒരു പ്രഷർ പ്രസിഡന്റ് ട്രംപിനുണ്ട്. അതിന്റെ ഫ്രസ്ട്രേഷനാണ് അയാൾക്ക് ഈ തെറിവിളിയായിട്ടൊക്കെ അയാൾ കാണിക്കുന്നത്. അപ്പോൾ അത് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ യുദ്ധം തുടങ്ങാൻ പ്രസിഡന്റ് ട്രംപ് തീരുമാനിച്ചു എന്നുള്ള ശരിയാണ്. പക്ഷെ യുദ്ധം എങ്ങനെ എവിടെ നിർത്തണമെന്ന് ഒരു ധാരണ
അമേരിക്കൻ ഭരണകൂടത്തിന് ഇല്ലായിരുന്നു എന്ന് ഇപ്പോൾ വ്യക്തമാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായിരുന്നു ഇസ്രയേലും അമേരിക്കയും. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുമ്പോൾ ഇന്ത്യക്ക് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇത് എവിടെ നിർത്തണം, എങ്ങനെ പാകിസ്ഥാനെ കൊണ്ട് തന്നെ നമുക്ക് നിർത്താമെന്ന് പറയിക്കണം എന്നതിനെക്കുറിച്ച് ഇന്ത്യക്കൊരു ധാരണയുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാതെയാണ് അമേരിക്കയും ഇസ്രായേലും കൂടെ പോയി കയറിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ യുദ്ധം തുടങ്ങി, ഇത് നിർത്തേണ്ടത് എങ്ങനെയെന്നൊരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് പ്രസിഡന്റ് ട്രംപ്. അവിടെയാണ് ഈ ചോദ്യങ്ങളെല്ലാം, ഈ തെറിവിളികളും ഒക്കെ വരുന്നത്. എന്നാൽ ഇതിനകത്ത് ഇന്ത്യയുടെ ഇടപെടൽ വളരെ പ്രധാനമാണ്. ഒരു അടിയന്തര സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു. UAE-യുടെ വിദേശകാര്യമന്ത്രിയും അതുപോലെ ഖത്തറിന്റെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ വിളിച്ചിരിക്കുന്നു. യുദ്ധം ഒഴിവാക്കാൻ ഇന്ത്യ മധ്യസ്ഥത വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ പാകിസ്ഥാൻ നടത്തിയ PR സ്റ്റണ്ട് അല്ല കളി, ഇത് ആവശ്യം വന്നിരിക്കുകയാണ്, ഇന്ത്യയുടെ ആവശ്യം. പാകിസ്ഥാൻ PR ക്യാമ്പയിൻ നടത്തിയിട്ട് ഞങ്ങളിതാ യുദ്ധം നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇസ്രായേൽ പറഞ്ഞു കടക്ക് പുറത്തുനിന്ന്, ഇറാനും പറഞ്ഞു ഏത് പാകിസ്ഥാൻ, ഇവിടെ ആരും മധ്യസ്ഥതയൊന്നും വഹിക്കുന്നില്ല എന്ന് ഇറാനും പറഞ്ഞു. അങ്ങനെ ചമ്മി നാറി പാകിസ്ഥാൻ പോയി. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇവിടെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ ഇന്ത്യയുടെ ആവശ്യം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി വിളിക്കുന്നു, ഖത്തർ പ്രധാനമന്ത്രി വിളിക്കുന്നു, അതോടൊപ്പം തന്നെ UAE-യുടെ വിദേശകാര്യമന്ത്രിയും വിളിക്കുന്നു. അപ്പൊ ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയ്ക്ക് ഇതിനകത്ത് കാര്യമായിട്ട് ഇടപെടാൻ കഴിയില്ല. ഇവിടെ ഇടപെടാൻ കഴിയുന്ന ഏക രാജ്യം ഇന്ത്യയാണ്. കാരണം ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ടും പ്രസിഡന്റ് ട്രംപുമായിട്ടും അമേരിക്കയുമായിട്ടും നല്ല ബന്ധമുണ്ട്. വിശേഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നെതന്യാഹുമായിട്ട് നല്ല റിലേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മാത്രമാണ് ഇതിനകത്ത് ഇടപെട്ട് മധ്യസ്ഥത വഹിക്കാൻ കഴിയുക എന്നുള്ളതിൽ തർക്കമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ട്രംപിന്റെ അന്ത്യശാസനം ഇന്ന് രാത്രിയോടെ കടലിടുക്ക് പൂർണ്ണമായി തുറന്നു കൊടുത്തില്ലെങ്കിൽ നാളെ ചൊവ്വാഴ്ച ഇറാന്റെ ഊർജ നിലയങ്ങളും പാലങ്ങളും അടക്കം തകർക്കുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ട്രംപ് വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. പവർ പ്ലാന്റ് ഡേ, ബ്രിഡ്ജ് ഡേ എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങൾ, പച്ച തെറിവിളി. അപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ, ട്രംപിന് പിരിവെട്ടി നിൽക്കുകയാണ്, അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല. ഈ ഘട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങളും വലിയ ആശങ്കയിലാണ്. അതോടൊപ്പം തന്നെ ഇറാൻ ഭരണകൂടത്തിനും ആശങ്കയുണ്ട്. നമ്മൾ ഇവിടെ കിടന്ന് പറയുന്ന പോലെയൊന്നും അല്ല, യുദ്ധം എന്ന് പറയുന്നത് എന്തായാലും ഒരു തീരാ നഷ്ടം തന്നെയാണ്. ഇറാൻ അതിൽ ഏറ്റവും അധികം നഷ്ടം സഹിക്കുന്ന ഒരു രാജ്യമാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾ ഒരുപോലെ എത്രയൊക്കെ ഇറാൻ തിരിച്ചടി കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ നാശനഷ്ടം ഇറാനിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിലെ ഈ പ്രതിസന്ധി പരിഹരിക്കുവാനും അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ യുദ്ധത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാനും ഇന്ത്യക്ക് കഴിയുമോ എന്ന് തേടിക്കൊണ്ടാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളും അതുപോലെ ഇറാനും ഒരുപോലെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വിളിച്ചത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.